എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ. അതൊരു മുൻപേ പ്രൊമോയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ രഞ്ജു വൈജയന്തിയോട് പറഞ്ഞു കഴിഞ്ഞു അലീന ബാലചന്ദ്രന്റെ മകളാണ് എന്ന സത്യം. സമയത്ത് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. വൈജയന്തി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ശിവേട്ടനോട് പോയി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവൻ വൈജയോട് പറയുവാണ്, ഏതായാലും നീ അറിഞ്ഞല്ലോ ബാലചന്ദ്രന്റെ മകളല്ല അലീന എന്നുള്ള സത്യം. അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുവാണ്, ഉറപ്പായിട്ടും എനിക്ക് അറിയാമായിരുന്നു അത് ബാലചന്ദ്രന്റെ മകൾ അല്ല എന്ന സത്യം എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അതിനുശേഷം വൈജയന്തി കുറെ വഴക്കുണ്ടാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ സത്യം മറച്ചു വെച്ചതിന് വഴക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. എന്തിന്റെ ആവശ്യത്തിനാണ് നിങ്ങൾ എല്ലാവരും എന്നോട് ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്ന സത്യം പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് വൈജയന്തി. അതൊക്കെ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കമലയും അറിഞ്ഞില്ലായിരുന്നല്ലോ ബാലചന്ദ്രന്റെ മകൾ അല്ല അലീന എന്നുള്ള സത്യം. അതുകൊണ്ട് വൈജയന്തിയെ പോലെ തന്നെ കമലയും ചോദിക്കുന്നുണ്ട് ശിവേട്ടനോട്, എന്തിനാണ് മറച്ചു വെച്ചത് ഈ രഹസ്യം എന്ന്. കുഞ്ഞിപ്പെങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നോട് വാ, ഇനി ഞാൻ അതിന് മറുപടി പറയും എന്ന് തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതിക്കുട്ടിയും രോഹിത്തും സംസാരിച്ച് നിൽക്കുന്നുണ്ട്. രേവതിക്കുട്ടി രോഹിത്തിനോട് പറയുവാണ്, ആദ്യം ഞാൻ വിചാരിച്ചത് ഭയങ്കര തല്ലിപ്പൊളിയായിട്ടുള്ള ചെറുക്കൻ എന്നാണ് വിചാരിച്ചത് രോഹിത്തിനെ. പക്ഷെ ഇപ്പൊ ആ അഭിപ്രായം മാറി കേട്ടോ. സമയത്ത് രോഹിത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ എങ്ങനെയാ തോന്നുന്നത്? സമയത്ത് രേവതി പറയുവാണ്, ഇപ്പോ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടി. ആ സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ രോഹിത്ത് നോക്കുന്നുണ്ട് രേവതിയെ. അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന രംഗങ്ങളാണ് പ്രൊമോയിൽ അവസാനമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രൊമോ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.